അപ്പോൾ നമുക്ക് ഇന്ന് വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി ഇതെങ്ങനെ വളരെ ഈസി ആയിട്ട് തൊലി കളയാം എന്നുള്ള നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ടിപ്പ്, ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇതേപോലെ ആ തലഭാഗവും വാലുഭാഗവും അരിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തുള്ളിയാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു ചൂട് മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഉള്ളി വെന്ത് പോകും. ചെറിയൊരു ചൂട് മാത്രം മതി. അപ്പോൾ ഇതേപോലെ എല്ലാം അരിഞ്ഞ് വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ഇതേപോലെ ഇട്ട് വയ്ക്കുമ്പോഴത്തേനും ആ തൊലിയെല്ലാം ഇളകിയിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഞെവടി എടുത്താൽ മതി. ഇപ്പോൾ 2-3 വെള്ളത്തിൽ ഇതേപോലെ ഞെവിടുമ്പോഴത്തേന് നമുക്ക് എത്ര കിലോ ചുമന്നുള്ളിയും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇതേപോലെ ഒന്ന് ഞെവടി എടുക്കണം. കണ്ടോ, അത് സാധാ നമ്മളെ നോർമൽ വാട്ടർ മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിനകത്തിട്ടാണ് ഞെവടി എടുക്കുന്നത്. നല്ല രീതിയിൽ തൊലിയൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇറച്ചിയൊക്കെ മേടിച്ചാൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് തൊലി കളഞ്ഞെടുക്കാം ഉള്ളിയൊക്കെ. നമുക്ക് ഇഞ്ചി, അപ്പോൾ ഇഞ്ചി നമുക്ക് എത്രമാത്രം എടുക്കണോ അതിനനുസരിച്ച് എടുത്തിട്ട് ഇതേപോലെ ബ്രഷ് വെച്ചൊന്ന് ആദ്യം അതിൻ്റെ ആ മണ്ണും പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുക. ചൂടുവെള്ളത്തിനകത്ത് ഇഞ്ചിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഞാൻ തൊലി കളയുന്നതാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ തൊലി പോയി കിട്ടുന്നുണ്ട്. കണ്ടോ, വെളുത്തുള്ളി തൊലി കളയുന്നതാണ്. അത് 2-3 രീതിയിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഈ രീതിയിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിമിഷ നേരം കൊണ്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കുന്ന ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നല്ല ക്ലീൻ ആക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ചുമന്നുള്ളി നമ്മൾ തൊലി കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി എങ്ങനെയൊക്കെ തൊലി കളയാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇതേപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ കൈവച്ച് വേണമെങ്കിൽ ഇളക്കിയെടുക്കാം. ഇതേപോലെ നമ്മുടെ ഇടികല്ല് ഉണ്ടെങ്കിലും അതിൻ്റെ മുനമ്പ് വെച്ച് ഇതേപോലെ ആ തലഭാഗം ഒന്ന് അടിച്ച് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മുടെ കൈ ഇത് വെച്ച് നെക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇളകി വരും. കണ്ടോ, അപ്പം ഈ രീതിയിൽ 3 രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഒരു കത്തിയുടെ സൈഡ് വെച്ച് നമുക്ക് കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതേപോലെ തലയും വാൽഭാഗവും അരിഞ്ഞെടുക്കുക. ചെറിയ ചൂടുവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ ചൂടാകുന്ന ഒരു കല്ലിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അതേപോലെ ദോശക്കല്ലോ ചട്ടിയോ എന്താണേലും കുഴപ്പമില്ല. ചെറിയൊരു ചൂട് മാത്രമേ പാടുള്ളൂ. കവറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. തൊലിയെല്ലാം പോയി കിട്ടും. എന്നിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. കണ്ടോ, ഒന്ന് തട്ടി കൊടുക്കുക കൈ വെച്ച്. ആ ദോശക്കല്ലി ഇട്ട് നമ്മളൊന്ന് വെളുത്തുള്ളി ഒന്ന് ചൂടാക്കിയല്ലോ. അതുകൊണ്ട് കണ്ടോ, വെളുത്തുള്ളി എല്ലാം തൊലി കളഞ്ഞു നമുക്കൊന്ന് കഴുകി ഞെവടി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് തലഭാഗവും വാൽഭാഗവും അരിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് കവറിലിട്ട് കുടഞ്ഞെടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഞെവടി എടുക്കാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് വെളുത്തുള്ളി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പം അതാണ് നമ്മൾ കിറ്റിനകത്ത് ഇട്ട് അടിച്ച വെളുത്തുള്ളിയാണിത്. കവറിനകത്ത് അടിച്ചെടുത്ത വെളുത്തുള്ളിയാണ്. കണ്ടോ, അപ്പോൾ അതിനകത്ത് തൊലി വേറെ ഉണ്ട്, വെളുത്തുള്ളി വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ പിറക്കിയെടുത്താണ് കാണിക്കുന്നത്. അപ്പം 2-3 രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടത് കണ്ടോ ഞെവടി എടുക്കുകയാണ് ചെയ്യുന്നത്. അതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ 2 വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെവടിയിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടി ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേനും എല്ലാം ഇളകിയിരിക്കും. ഇതേപോലെ ഒന്ന് ഞെവടി എടുത്താൽ മാത്രം മതി.